തൊഴിൽ പീഡനമെന്ന വ്യാഖ്യാനത്തോടെ പ്രചരിച്ച ദൃശ്യങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ ചിത്രീകരിച്ചതാണെന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ചെറുപ്പക്കാർ. സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മുൻ ജീവനക്കാരൻ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജരോട് പക വീട്ടാനായി ദൃശ്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് വിവാദ വീഡിയോയിലുള്ള യുവാക്കൾ ന്യൂസ് 18 പറഞ്ഞു. ബിസിനസ് ഡെവലപ്മെന്റിന് എന്ന് പറഞ്ഞായിരുന്നു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. എന്നാൽ പിന്നീട് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ആൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും ഇവർ പറയുന്നു. ഇത് ഫേക്ക് ന്യൂസാണ്, മെയിനായിട്ട് പറഞ്ഞ ഫേക്ക് ന്യൂസാണ്. ഇതിൽ ആ പട്ടിയിലെ പോലെ നടത്തുന്ന വ്യക്തി ഞാൻ തന്നെയാണ്. ഇത് മനാഫ് എന്ന വ്യക്തി കമ്പനിയുടെ വിധിവിരോധം ചേർക്കാൻ വേണ്ടി ചെയ്തതാണ്. മെയിനായിട്ട് സാറിനെ ഉയർന്ന പദവി നിൽക്കുന്ന ആളെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സമൂഹത്തിൽ, അതിലൊരു വ്യക്തിയാണ് ഈ മനാഫ് എന്ന് പറഞ്ഞത്. ആളിടയ്ക്ക് ബ്രാഞ്ചിലിടയ്ക്ക് ഈ വിട്ടിത്തരം കാണിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് മനാഫ് എന്ന്. ഇങ്ങനൊരു സംഭവം പറഞ്ഞ് നമ്മൾ സാറിന് മുമ്പിൽ പറഞ്ഞു, ഇങ്ങനെ മനാഫ് സാർ ഇങ്ങനെ വീഡിയോ ഞങ്ങളെ കൊണ്ട് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ സാറിനോട് പറഞ്ഞു. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നപ്പോഴത്തേ മനാഫ് സാർ ഞങ്ങളെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പറയണ്ട സാറിന് പോയി പറയേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മനാഫ് സാറെ പതുക്കെ അവിടെ നിന്ന് മാറിയപ്പോൾ ഞങ്ങൾ സാറിന് മുമ്പിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് മനാഫ് സാറിനെ ഉബൈർ സാർ വിളിപ്പിച്ചു. എന്നിട്ട് കാര്യം അവർ തമ്മിൽ തർക്കമായി, ബഹളമായി, കാര്യങ്ങളായി. എന്നിട്ട് മനാഫ് സാറിനെ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. ഇതാണ് സാഹചര്യം. ഡാനി ചേരുന്നു. ഡാനി, ഇക്കാര്യത്തിൽ ഇന്നലെ വന്ന വാർത്തയിൽ വൻ ട്വിസ്റ്റാണ് സംഭവിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വാർത്തയുണ്ട്. ഒടുവിൽ ആ ദൃശ്യത്തിൽ ഉൾപ്പെട്ട വ്യക്തി തന്നെ പറയുന്നു അതൊരു മറ്റൊരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്ത് സാഹചര്യമായിരുന്നു ഇത് സംബന്ധിച്ച് ഇത്തരമൊരു ചിത്രീകരിക്കാനായ സാഹചര്യം എന്താണ്? എന്താണ് അവർ വ്യക്തമാക്കുന്നത്? സജിത്ത്, വലിയ ട്വിസ്റ്റാണ് സംഭവത്തിൽ ഉണ്ടാകുന്നത്. കാരണം ഈ ദൃശ്യത്തിൽ ഉൾപ്പെട്ട, അതായത് പീഡനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് ഇതിൽ വന്ന് പറയുന്നത്. അവർ പറയുന്നത് ഇതാണ്: ഇവർക്ക് ഒരു മേധാവി ഉണ്ടായിരുന്നു, മനാഫ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അവരുടെ കീഴിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. ഇവരോട് പറഞ്ഞിരുന്നത് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്കില്ല് അടക്കം മെച്ചപ്പെടുത്തുന്നതിന്, ബിസിനസ് ഡെവലപ്മെൻറ്റ് അടക്കം മെച്ചപ്പെടുത്തുന്നതിന് ഇതേപോലുള്ള ചില പരീക്ഷണങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതേപോലെ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനെല്ലാം ഇത് ഉപകരിക്കുമെന്ന് പറഞ്ഞാണ് ഇവരെ കൊണ്ടിത് ചെയ്യിച്ചത്. ഇവർ പറയുന്ന ആദ്യം വിമുഖത പ്രകടിപ്പിച്ചെങ്കിലും ഇയാൾ നിർബന്ധിച്ച് തന്നെ നിങ്ങൾക്കിത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിൽ അന്ന് തന്നെ ഇവർ ഈ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നത് നാളുകൾക്ക് മുൻപ് നടന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ ഇവരുടെ മേധാവിയോട്, അവർക്ക് മുകളിലുള്ള മേധാവിയോട്, വെയിൽ എന്ന് പറയുന്ന ആളോട് അത് പറഞ്ഞു. അതിനുശേഷം ഈ മനാഫിനെ തന്നെ, ഈ ചിത്രീകരിച്ച ആളെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. മനാഫിന് ഒപ്പവും അന്ന് 2-3 പേരുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. നിലവിൽ അറിയാൻ കഴിയുന്ന ഇവർ ഉണ്ടായിരുന്ന സ്ഥാപനം തന്നെ പിന്നീട് പല പ്രശ്നങ്ങൾ പോലും അത് പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇയാൾ ഈ സ്ഥാപനത്തിനെതിരെയും അതോടൊപ്പം തന്നെ ഈ മുകളിലുണ്ടായിരുന്ന ഉബൈൽ എന്ന് പറയുന്ന മേധാവിക്കെതിരെയുമായിട്ട് ഈ വീഡിയോ ഈ രീതിയിൽ ഉപയോഗിച്ചതെന്നാണ് ഈ ചെറുപ്പക്കാർ പറയുന്നത്, ഈ കുട്ടികൾ പറയുന്നത്. അതുകൊണ്ട് ഇത് തങ്ങളെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ കമ്പനി ചെയ്തതല്ല എന്നവർ പറയുന്നു. മറിച്ച് അവിടെ ഉണ്ടായിരുന്ന മനാഫ് എന്ന് പറയുന്നയാൾ തന്നെയാണ് ഇത് ചിത്രീകരിക്കുകയും അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുമൂലം വലിയ മാനസിക വിഷമത്തിലാണ് തങ്ങൾ. വീടുകളിൽ നടക്കം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നു. ഈ വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിച്ചവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ കുട്ടികൾ പറയുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ഥാപനമാണ്. പല വീട്ടുപകരണങ്ങളടക്കം വീടുകളിൽ കൊണ്ടുചെന്ന് വിൽക്കുന്ന സ്ഥാപനമാണ്. ഇന്നലെ തുടക്കത്തിലുണ്ടായിരുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ അവിടേക്കാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് ഇതിലുമായി ബന്ധമില്ല എന്ന് ആ കമ്പനി തന്നെ അറിയിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരു ഫ്രാഞ്ചൈസി മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനം, അവിടെയാണ് ഈ ചെറുപ്പക്കാരടക്കം പ്രവർത്തിച്ചിരുന്നത്. അവിടെയാണ് ഈ വിഷയങ്ങൾ നടന്നത്. നിലവിൽ കെൽട്രോ പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന്, ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഇതാണ്: തങ്ങളെ ഈ സ്ഥാപനം ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല, മറിച്ച് ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു സൈക്കോ തലത്തിൽ ഞങ്ങളെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിച്ചതെന്നാണ് അവർ പറയുന്നത്. ഇയാൾക്കെതിരെ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു. അയാളെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ
ഈ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല എന്നതാണ് ഇവർ നൽകുന്ന വിശദീകരണം. ഏതായാലും ഇന്നലെ തൊഴിൽ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. ജില്ലാ ഓഫീസർ പറഞ്ഞത് ഈ പരാതി അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നതായിരുന്നു അവരും കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ളവർ തന്നെയും അന്ന് ഇന്നലെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനത്തിലുണ്ടായിരുന്ന മനാഫ് എന്ന വ്യക്തിയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഏതാനും ചിലരാണ് ഇപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടെ ഇപ്പോൾ ഈ വീഡിയോയുമായി പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലുള്ള ഈ ചെറുപ്പക്കാരുടെ ഒരു വിശദീകരണമായി വന്നിട്ടുള്ളത്. സഞ്ജയ്. യെസ്, അതാണ് എന്തായാലും ഈ തൊഴിൽ പീഡനം എന്ന വാർത്ത ഇന്നലെ ഏറെ ഞെട്ടിച്ചതാണ്. സംസ്ഥാന സർക്കാർ ഇടപെട്ടതാണ്, തൊഴിൽ മന്ത്രി ഇടപെട്ടതാണ്. ഈ സംഭവത്തിലാണ് വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന്